അബുദാബിയിലെ സ്ട്രീറ്റ് ഫുഡിനെ കുറിച്ച് പറയുന്നതാണ്. ഇവിടെ നമ്മുടെ അമസീഖ് വിഭാഗത്തിന്റെ അവരുടെ സാറായും സാറയുടെ കൂട്ടുകാരി അവരുടെ nice place. Wow. It's not nice. No, it's okay. Wow. So this is my kitchen. Okay. It's very small. You can. Kitchen. Yes. ഇതാണ് കിച്ചൺ. ഓ തജിൻ. ഇതാണ് അവരുടെ റൂം. ഇതാണ് സംഭവം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനൊന്ന് കുളിക്കാൻ വേണ്ടി പോവാണ്. ഇവര് ബക്കറ്റ് കൊണ്ട് ഇവര് ഹമ്മാമിന് വേണ്ടി പോവാണ് കേട്ടോ. മൊറോക്കൻ ഹമ്മാം. മൊറോക്കൻ ഹമ്മാം ഇവിടെ എല്ലാ വില്ലേജുകളിലും എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ ഇവിടെ 6 മണി വരെ പെണ്ണുങ്ങൾക്കും 6 മണിക്ക് ശേഷം ആണുങ്ങൾക്കും. അയ്യോ, ഞാനപ്പോൾ വേറെ ഒരു സ്ഥലത്തോട്ട് കുളിക്കാൻ വേണ്ടി പോവാണ്. അവർ ഹമ്മാമിൽ, എനിക്ക് ഹമ്മാം 6 മണിക്ക് വൈകുന്നേരത്തിന് ശേഷം ഓപ്പൺ ആവും. ആ സ്ത്രീകളെല്ലാം തന്നെ ഹമ്മാം കഴിഞ്ഞിട്ട് പോകുന്ന കാഴ്ചയാണ് കേട്ടോ. ആ കാണുന്നതൊക്കെ അവരുടെ വീടുകൾ, ഈ കാണുന്ന ഭാഗമെന്നൊക്കെ നമ്മുടെ ടെൻറ്റും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇത് തക്കാളിപ്പെട്ടി അടുക്കി വെച്ചുണ്ടാക്കിയ ടെൻറ്റുകളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടോ കുറേ ആളുകൾക്കൊന്നും വീടും ഒന്നും തന്നെ ഇല്ല. അവർ ആ ടെൻറ്റിൻ്റെ അടുത്തുനിന്നുള്ള സ്ത്രീ കഴുതയാണ് കേട്ടോ. അവർ വിളിക്കുവാണ് കേട്ടോ, അവർ വരാൻ വേണ്ടി വിളിക്കുവാണ് ഇങ്ങനെ, വാ 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 വെള്ളം കുടിച്ചിട്ട് പോവാന്ന്. ആ ടെൻറ്റിലുള്ള സ്ത്രീ എല്ലാവരും നല്ല കമ്പനി. ഇവരും ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവരിവിടെ വോളണ്ടിയറിങ് ചെയ്യുവാണ് 3 മാസമായിട്ട്. ഓരോ ആളുകൾ താമസിക്കുന്ന السلام عليكم كيف حالك؟ തൽക്കാലം ഞാൻ ഹമ്മാമിലോട്ട് പോകുന്നില്ല 6 മണിക്ക് ശേഷം. അതിനു മുമ്പ് താണ്ട് പുഴക്കരയിൽ നിന്ന് തണുത്ത വെള്ളത്തിൽ എൻ്റെ ഡ്രസ്സെല്ലാം കഴുകാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഈ പുഴക്കരയിൽ നിന്ന് കഴുകുക കേട്ടോ. ഞാൻ കുളിച്ചിട്ടൊക്കെ കാണാം, കുളിച്ചിട്ടൊക്കെ ബാക്കി റെക്കോർഡ് ചെയ്യാം. ഞാനങ്ങനെ കുളിച്ച് റെഡിയായി കുട്ടപ്പലായിട്ടുണ്ട്. അലക്സ്, ഹലോ. അയ്യോ, ഇത് അലക്സ് റുവാണ്ടക്കാരനാണ്. പുള്ളിക്കാരന് ഇവിടെ വോളണ്ടിയറിങ് ചെയ്യുവാണ്. അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ താണ്ട് ഈ ഒരു വാഷ്റൂമിൽ വന്നാണ്. ഇവന് മാത്രമാണ് കേട്ടോ ഇത്രയും നല്ല വാഷ്റൂം ഉള്ളത്. ബാക്കിയുള്ള ആളുകളെല്ലാം എന്താ പറയുക, ഇവിടെ ടെൻറ്റ് കെട്ടി ഇവർ ഇവിടെ വന്നിട്ട് കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതും വേറെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതും അങ്ങനത്തെ വോളണ്ടിയേഴ്സാണ് കേട്ടോ. അപ്പം നമ്മളിനി കുളിച്ച് അങ്ങോട്ട് പോവാണ്. ഇവിടെ സൺസെറ്റ് ആവാറായിട്ടുണ്ട്. നമ്മൾ ഈ മീൻമല കയറി വീണ്ടും പോവാണ്. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും എന്താ ഇങ്ങനെ വന്ന് ഇരിക്കുന്ന കാഴ്ചയാണ്. صراحة الله البلاد متفوقة عليكم تمدرون ونفتح قلوبنا لاستقبال كل ما هو جميل ومميز. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അമാസിക് ആളുകളുടെ ഒരു ചെറിയൊരു വില്ലേജാണ് കേട്ടോ. അപ്പോൾ അവരുടെ ന്യൂ ഇയർ 2-3 ദിവസം കഴിയുമ്പോൾ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് കേട്ടോ നിങ്ങളിവിടെ കണ്ടത്. ഇനി നമ്മൾ ഇവിടെ കുറച്ച് സംഭവമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. തജിൻ കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ്. അവർ കണ്ട് അവിടെ നിന്ന് ഷോപ്പ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുന്നു. ഇതൊരു വെജിറ്റബിളിൻ്റെ പച്ചക്കറിയുടെ കടയാണ്. തജിൻ ഉണ്ടാക്കാനുള്ള 3 ദിർഹം 30 രൂപ പച്ചക്കറിക്ക്. ഇവിടെ ഓറഞ്ച് ഉണ്ട്. ഇത് ആപ്പിളിന്റെ ഗ്രാമം എന്നാണ് ഈ ഗ്രാമത്തിന് അറിയപ്പെടുന്നത്. ഇവിടെ ഹയാത്തും സാറയാണ്. ഹലോ ഹയാത്ത്.
Hi. ഇവിടെ ഹയാത്ത് സാറേ ഇവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഞാനും ആക്ച്വലി ഇവരെ കുറെ This is your potato. മൈ പൊട്ടാറ്റോ ഞാൻ അരിഞ്ഞ പൊട്ടാറ്റോ ആണ് കേട്ടോ. ദിസ് ഇസ് ചിക്കൻ ദജാജ് Yes, with vegetable. ദജാൽ دجاج مع الخضرة. ദജാജും مع الخضرة. മൽഹത്ര. خضرة means vegetables. ഹുത്ര മീൻസ് വെജിറ്റബിൾ. Yes. ഇവിടെ ക്യാപ്സിക്കം ഇതെല്ലാം ഇങ്ങനെ അടുക്കി വയ്ക്കുകയാണ്. മടിയന്മാരുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ തജിൻ. Namaste. നമസ്തേ. When are you coming to India? Maybe this year. If you are available. Yeah, I'm available every time, anywhere in the world. Oh. നമ്മൾ ക്യാപ്സിക്കവും കുക്കുംബർ, ക്യാരറ്റ്, പൊട്ടാറ്റോ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇനി മൂടി അടുപ്പിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ വെക്കും. ഇവിടെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവരുടെ ചെറിയൊരു കിച്ചണാണ്. അടിപൊളി കേട്ടോ. ഏറ്റവും അവസാനം ഇവർ മുളക് എടുത്ത് അതിൻ്റെ അകത്ത് വയ്ക്കും. That's all. Are you gonna put spices? Yes. ഇനി സ്പൈസസ് ഒക്കെ അവർ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. കുറച്ച് മൊറോക്കൻ പല സ്പൈസസ് മിക്സ് ചെയ്തിട്ട് അത് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടും. അവിടെ ഉപ്പിട്ടു. പിന്നെ അടുത്തതാ അയ്യോ ഇനഫ്. You don't like it? നോ. മുളക് പൊടി വാരി ഇടുവാണ് കേട്ടോ. By the way, I like biryani. You like biryani? Yes, a lot. അടുത്ത പൊടി ഇട്ടു. ഇനി അതില് what was that? I don't know what. And When we go. Garlic. okay, whatever, it's okay. Any powder? Garlic powder. Garlic powder. അതിൽ നമ്മൾ ഒലിവ് ഓയിലും കൂടെ ഒഴിക്കണം കേട്ടോ. Olive. ഇനി കുറച്ച് അതിൽ ചൂടുവെള്ളം. ഇനി അതിൽ നമ്മൾ ആ സോസ് താണ്ട ഇങ്ങനെ ഒഴിക്കും. ഇതാണ് കേട്ടോ പരിപാടി. സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ ഒരു തജിൻ പോട്ടുണ്ടെങ്കിൽ നമുക്കും വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. പക്ഷെ അടുപ്പിൽ വേവിക്കണം. ഗ്യാസ് തീരുമെന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. You can understand? No. You should learn. Your language is very hard. Come Kerala and find a husband. yes. I'll find a husband for you. I will find a husband. I want to. Wow, you Tall are so lucky. tall You are husband. so lucky. No, just one. No, tall husband. Tall husband. Okay. Okay. I'm Mahin, happy. I'm I'm happy. You're jealous. I will find one for you also. First one. Yeah. No, I like the tall one. അടിപൊളി കേട്ടോ. അങ്ങനെ നമ്മൾ തജിൻ ഇവിടെ വെച്ചു. How much time? 1 hour? 2 hour? 1 hour. 1 hour. 1 മണിക്കൂർ നമ്മൾ ഇതിൽ വയ്ക്കും. അടച്ചു വെക്കണ്ടേ? It's $3. You don't want to close? It's Yes. $3. Just for all the grocery? $3 ആണ് Just കേട്ടോ. for you, $3. For Just for Hayat, maybe $7 or $8. Yeah. പിന്നെ 1 മണിക്കൂർ കുക്ക് ചെയ്ത് വെക്കും. This food in Indian flight. ഇന്ത്യയിലെ സ്ട്രീറ്റ് ഫുഡിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. കഷത്ത് വെച്ചിട്ട് that's so bad. We dirty. But you know, when they put it here, more tasty, you know. No. No, just more tasty. നമ്മളിവിടെ ചായ അടിച്ചോണ്ട് തജി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഓപ്പൺ. കം ഓൺ. Tata. This is Moroccan, baby. Bismillah, 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 bismillah. അങ്ങനെ നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ തജിൻ. തജിൻ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. യു ലൈക്ക് തജിൻ? Yes. അവന് ഇഷ്ടമല്ല കേട്ടോ. അവന് മൊറോക്കൻ ഭക്ഷണം ഒന്നും ഇഷ്ടമല്ല. ചായ പോലും ഇഷ്ടമല്ല. Say this because you're filming. നമ്മളിനി ഭക്ഷണം കഴിക്കട്ടെ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കളർഫുൾ ഭക്ഷണം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി എൻ്റെ ഇന്നത്തെ ഹോസ്റ്റിന്റെ വീട്ടിലോട്ട് പോവാണ്. പുള്ളിയുടെ വീട്ടിലാണ് കേട്ടോ ഞാൻ ഇന്ന് കിടക്കാൻ വേണ്ടി പോകുന്നത്. Bye. ബൈ ബൈ. Night, have a good night. Yes. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ടാറ്റാ. Have a beautiful hot I love you too. Yep. Bye. What's a load of See you tomorrow. അങ്ങനെ പാതിരാത്രി നമ്മൾ മണിക്കൂർ നടന്നു. യെസ് Nine. മഹീൻ. Sorry.
അവൻ എൻ്റെ പേര് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ഇതാണ് അബ്ദുറഹീം. അവൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ വന്നത്. ഇവിടുത്തെ ലോക്കലാണ് കേട്ടോ. അപ്പോൾ ഇവരാണ് എന്നെ ഇന്ന് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശുക്രൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning, mate. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വില്ലേജിലോട്ട് വന്നിട്ടുണ്ട്. ഒരു വില്ലേജ് എന്ന് പറയുമ്പം നമ്മുടെ അറ്റ്ലസ് മൗണ്ട് തബുക്കൽ, നമ്മുടെ മൊറോക്കോയിലെ ഏറ്റവും ഒരു വലിയ മലനിരകളിലെ അവസാനത്തെ ഒരു വില്ലേജിലാണ് ഞാനിപ്പോൾ സ്റ്റേ നിൽക്കുന്നത്. ഈ ഒരു വില്ലേജിനെ ആപ്പിൾ വില്ലേജ് എന്നും പറയാറുണ്ട്. ധാരാളം ആപ്പിളുണ്ട്. നല്ല തണുപ്പാണ്. എൻ്റെ സൗണ്ടെല്ലാം പോയി. അവിടെ നമുക്ക് മഞ്ഞ് മൂടിയ മലകളെയെല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ കാണുന്ന മലനിരകളിലെല്ലാം ഭൂകമ്പം വന്ന് 2023 പല ആളുകളും മരിച്ചു. പല വീടുകളെല്ലാം പോയി. അങ്ങനെ 1.5 വർഷത്തോളം കഴിഞ്ഞു. പുതിയ വീടുകളൊക്കെ പല ആളുകളും ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ ഒരു പുതിയ വീടാണ്. പിന്നെ അങ്ങോട്ടൊക്കെ പല ആളുകളും ടെൻറ്റിലൊക്കെയാണ് താമസിക്കുന്നത്, പുതിയ വീടൊന്നും വെക്കാത്ത ആളുകൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹോസ്റ്റ് ഈ പുള്ളിക്കാരനാണ്. ഇവരുടെ ഫാമിലിയാണ്. ഞാൻ രാവിലെ എണീച്ചൊന്ന് സൂര്യനെ കാണാൻ വേണ്ടി വന്നതാണ്. സൂര്യനെ കാണാൻ പറ്റുന്നില്ല, സൂര്യൻ്റെ വെയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ചെറിയ വീടുകൾ, ആ മലനിരകൾ കണ്ടോ, അവിടെയും ചെറിയ വീടുകൾ. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി വില്ലേജ് ആണ്. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. ലെറ്റ്സ് ഗോ ബ്രേക്ക്ഫാസ്റ്റ്. Let's go, mate. Hey, welcome, mate. It's the Tizgi. താങ്ക് യു സോ മച്ച്. ഇത് തിസ്ഗുയി എന്ന് പറയുന്ന ഒരു വില്ലേജ് ആണ്. What is ലാസ്റ്റ് house? ഹൗസ്, Yeah. ലാസ്റ്റ് വില്ലേജ് എന്നായിരിക്കണം പുള്ളി ഉദ്ദേശിച്ചത്. 19 വയസ്സുകാരനേ ഉള്ളൂ കേട്ടോ. എൻ്റെ അനിയനാണ്. അയ്യോ, ഇവിടെ എനിക്ക് വേണ്ടി ചായയൊക്കെ ഒഴിക്കുകയാണ്. Oh, I see. മൊറോക്കൻ ചായ, മൊറോക്കൻ കോഫി. Moroccan coffee. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ വാൾനട്ട്, ഡേറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റിന്, പിന്നെ നമ്മുടെ അവിടുത്തെ ചെറിയ ചീസ്, ബട്ടർ, പിന്നെ ഇതെന്താ, ഇവർ ചായക്കെല്ലാം നല്ല മധുരം. പിന്നെ ഇവരുടെ ഹെർബ്സ് ഇടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളത് കട്ടൻ ചായ വല്ല തടുപ്പില്ല. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചായയാണ് കേട്ടോ. ഹറേറാ മൊവാക്കൻ. സൂപ്പറാണല്ലോ ഇത്. ഈ കാണുന്നത് നമ്മുടെ അബ്തുബൂത്ത് എന്ന് പറയുന്ന ഒരു ബ്രെഡും കൂടിയാണ് കേട്ടോ ഈ കാണുന്നത്. Watch the stars. You watch? You watch? It's okay. No. ഇല്ല, സൗണ്ടാണ് പ്രശ്നം കേട്ടോ. ബസ് ഇല്ല. ഓക്കെ. Yeah. അല്ല You watch star do India. يوم أميتاب باتشن, شاروخ خان, نورا فتحي ماضي موروكو. Nora Fatehi from Morocco. Yeah. وكارينا كابور. Kareena Kapoor. إذا هذا مكان. هذا بوك. No, your favorite. Favorite. From Rich. Favorite. Yeah, it's good. You like first Shah Rukh Khan or first Salman Khan, first Amitabh Bachchan? It's Shah Rukh Khan. Shah Rukh Khan. Shah Rukh Khan, very nice. Okay. Very nice, Shah Rukh Khan. What about you? For you, Shah Rukh Khan, Amitabh Bachchan? I don't know. I don't watch movies English. Kareena Kapoor, girls? I don't know what is Kareena Nora Kapoor. فتحي is I like Morocco. Morocco because it's Moroccan. അവളങ്ങനെ സിനിമ കാണൂലെന്ന് തോന്നുന്നു. ഇത് ആക്ച്വലി ജാമാണ് കേട്ടോ. പിന്നെ ആ സൂപ്പ് അടിപൊളിയായിരുന്നു. അതും ഡേറ്റ്സും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് പറഞ്ഞത്. ഡേറ്റ്സ്, പിന്നെ ഇവിടെ നമ്മുടെ പീനട്ട്, കൊക്കോ ഇതാ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇവരുടെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് തജീൻ്റെ പോലത്തെ വലിയൊരു പാത്രമാണല്ലോ. ഇറ്റ്സ് നോട്ട് തജിൻ. ഓ, ഇതാണ് തജിൻ. അത് തജിൻ അല്ല, അത് വേറെ എന്തോ
മൺപാത്രമാണ് കേട്ടോ. ഇത് നമ്മുടെ തജിൻ. ഇവിടെ ഇവർക്ക് കുറേ ഇതുപോലത്തെ തജിന്റെ സംഭവങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ തജിൻ്റെത്, അതുകൊണ്ട് ഇവിടെ വേറെ തജിൻ്റെത്, ഇവിടെ വേറെ തജിൻ്റെത്. ഇത് ദിസ് ഓക്കെ, എന്തോ ബ്രെഡിന്റെ എന്തോ സംഭവമാണ് കേട്ടോ. അതാണ്ട് പിന്നെ ഇവരുടെ ഇവിടെ ഫുള്ള് ഇതുപോലത്തെ മൺപാത്രങ്ങളാണ് ഇവിടെ. ഇവിടെ ഇവരുടെ വീട്ടിന്റെ അടിഭാഗത്ത് ഇവിടെ കന്നുകാലി തൊഴുത്താണ് കേട്ടോ. പശു ഇവിടെ ആട്ടിന്റെ പാല് ഇറക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അവിടെയൊക്കെ വേറെ പശു ഉണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ. പാല് ഇറക്കുന്നതല്ല, ഈ കാലെന്തോ കിട്ടുന്നതാ. ഇവിടെ താണ്ടേ ആടുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല കമ്പിളി ഉണ്ട്. നല്ല തണുപ്പാണ് ഇവിടെ. ചില സമയത്തൊക്കെ ഇവിടെ മഞ്ഞൊക്കെ വീഴും കേട്ടോ. ഇവിടെ എല്ലാം ആപ്പിൾ മരങ്ങളാണ് ആ ഭാഗത്തൊക്കെ. ഓക്കെ, ഇൻഷാല്ലാ ലഞ്ചിന് വരാൻ വേണ്ടി വിളിക്കുവാണ് കേട്ടോ. നല്ല അടിപൊളി ഫാമിലി. എല്ലാം പണിസ്ഥലത്ത് താണ്ടെ തജീനും കുക്ക് ചെയ്ത് തജീനും കുക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ കഴിക്കാൻ. ഇവിടെ എല്ലാം ആപ്പിൾ തോട്ടമാണ്. ആപ്പിൾ തോട്ടത്തിലൊക്കെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നതാ. ആടുകൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ടോ. നല്ല രസമുണ്ട്. നമ്മളിനി മല കയറി സാറയുടെ സ്ഥലത്തോട്ട് പോവാണ്. സാറ എന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, മൊറോക്കോക്കാരി. അപ്പോൾ അവളുടെ അവിടെയാണ്, അവൾ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അവളുടെ ഇവിടെ വോളണ്ടിയറിങ് ചെയ്യുവാണ്. പക്ഷെ അവളുടെ വീട്ടിൽ സ്ഥലമുണ്ട്. അവളുടെ വീട് ഇവിടെ അല്ല. അവൾ വോളണ്ടിയറിങ് പരിപാടിയായിട്ട് ഇവിടെ 3 മാസമായിട്ടുണ്ട്. ഇവിടെ എർത്തുകൈക്ക് വന്ന അവരെയൊക്കെ പഠിപ്പിക്കാനും അവർ അങ്ങനത്തെ ഒരു വോളണ്ടിയറിങ് ആണ്. പക്ഷേ ഇവിടെ ഇവർ അറബ്സ് അല്ല കേട്ടോ. ഇവർ അമാസിക് ആളുകളാണ്. അമാസിക് ആളുകളായാലും അറബ്സ് പോലെ തന്നെയാണ് അവരുടെ കുറേയൊക്കെ കൾച്ചർ. ആണും പെണ്ണും എന്താ പറയുക, സ്ട്രേഞ്ചറായിട്ടുള്ള ഒരുമിച്ച് താമസിക്കുന്ന ഇവിടെ ഒരിതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്തത്. ഇവിടെ വഴിയിലെല്ലാം അതാണ്ട് ഇതിൻ്റെ ചാണകമൊക്കെ ഇട്ടേക്കുവാണ്. അവിടെ ഒരു സ്കൂളാണ് കേട്ടോ. അതാ കുട്ടികളൊക്കെ ഇന്ന് ഓടി കളിക്കുന്നു. അവിടെ ഇതാ ടീച്ചർമാരിന്ന് സംസാരിക്കുന്നു. അതൊരു സ്കൂളാണ് ഇവിടുത്തെ. ഭൂമി കുലുക്കത്തിൽ വീട് നഷ്ടപ്പെട്ട പല ആളുകളും ഇതുപോലെ ടെൻറ്റുകളിലാണ് ഈ ആപ്പിൾ തോട്ടങ്ങൾക്കിടയിലൊക്കെ കഴിയുന്നത്. അങ്ങനത്തെ കാഴ്ചയാണ്. അതേസമയം പല ആളുകളും പരമാവധി കുറച്ച് വീടുകളൊക്കെ കെട്ടിപ്പൊക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വീടുകളൊക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇവിടെയുള്ള ഓരോ വീടിൻ്റെയും ഇതുപോലെ അണ്ടർഗ്രൗണ്ട് ഭാഗങ്ങൾ കന്നുകാലിക്ക് വേണ്ടിയുള്ള തൊഴുത്തുകളാണ് ഇവരുടെ അണ്ടർഗ്രൗണ്ട് ഭാഗങ്ങളെല്ലാം തന്നെ. നമ്മുടെ സൂര്യകിരണങ്ങൾ ആകാശത്തുനിന്ന് ആപ്പിൾ ട്രീയിൽ വീഴുന്നത് കാണാൻ എന്തൊരു രസമല്ലേ. My brother. Hello. Hello. Strategic one international. Good game. Very nice. Yes. Very good. Yes. Are you welcome to this? Thank you so much. ചുമ്മാ വെൽക്കം പറഞ്ഞോണ്ടിരിക്കുകയാണ്. മഹീൻ പേര് ചോദിക്കാം. I am Hamid. Nice to meet you. Nice to meet you, Mahin. Ibrahim, nice to meet you. Sim. Eu me quero mais. ഇവിടെ എല്ലാം ഇതുപോലത്തെ ടെൻറ്റുകളും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു പള്ളി അവർ പണിത് വെച്ചിട്ടുണ്ട്. എർത്തുകയിൽ നിന്ന് പോയാലും ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സിറ്റി സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് 2-3 കടകളൊക്കെ ഉള്ള ഒരു സിറ്റി സെൻറ്ററാണ് കേട്ടോ ഇവിടുത്തെ. അസ്സലാമു അലൈക്കും. അവിടെ കറക്റ്റ് ഹിമാചൽ ഭാഗത്തും നമ്മുടെ ലേ ലഡാക്ക് ഭാഗത്തൊക്കെ ഉള്ള വില്ലേജുകളൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. മലമുകളിലുള്ള വില്ലേജുകൾ അതിന് സെയിം ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ആളുകളാണ് കേട്ടോ. എല്ലാവരുടെ അടുത്തും ഞാൻ ഓൾറെഡി കമ്പനിയായി. ഇവിടെ കോഴി എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ കുതിര, ഹിമാറ്. ഇവിടെ ഇവർ ഇതുപോലത്തെ പാവാടയാണ് കേട്ടോ ഇവരുടെ സ്ത്രീകളുടെ വസ്ത്രം.
ഇവിടെയൊക്കെ നമുക്ക് ഇവരുടെ പാചകപ്പുരയൊക്കെയാണ് കേട്ടോ, ഇവരുടെ കിച്ചണാണ് ഈ സംഭവമൊക്കെ. കണ്ടില്ലേ, ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ കിച്ചൺ സംഭവങ്ങളൊക്കെയാണ്. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. സലാം അലൈക്കും. എല്ലാവരും ഓരോ വീട്ടിൻ്റെ വാതിലിൽ നിന്നും സലാം പറയും. അവിടെ ഒരു ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ അവരുടെ വീട്ടിൻ്റെ അടിയിൽ കൂടെ ഉള്ള വഴിയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മൾ ലേ ലഡാക്കും ഹിമാചലൊക്കെ പോയ ആളുകളായതുകൊണ്ട് നിങ്ങൾക്കത് ഭയങ്കര വലിയ ഇതായിട്ട് തോന്നുന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇതൊക്കെ ധാരാളം ഉള്ളതാണ്. ഇതാ ഓരോ വീടുകൾ. ഇതൊക്കെ നമ്മുടെ എർത്തുകൈക്കിൻ്റെ ഭാഗമായിട്ടുള്ള വീടുകളൊക്കെയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സുബ്ഹാനൽ ഖൈർ. നമ്മളങ്ങനെ സാറയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഹലോ. Hello. Good morning. How are you? Good. How was your night? Good night. Very nice. The family. Yes, very nice. They are nice. Yeah. Good night, Gurilia. Sarah, morning. Good morning. Good morning. How are How was you? your night? Very good. It's very nice. Sabah al-Khair. صباح النور صباح الفنون صباح Okay. الأمواز. 1 മണിക്കൂർ നടക്കേണ്ട നമുക്കൊരു വണ്ടി ലിഫ്റ്റ് കിട്ടി. دليلي باي باي. Bye bye. بيتزا. بس بخلافة. Be happy. സാർ ആരെ കണ്ടാലും ഇവിടെ സലാമും പറഞ്ഞ് കഥകളൊക്കെ കേട്ടിട്ടാണ് കേട്ടോ നീങ്ങുന്നത്. ഇവിടെ ദാണ്ട് വേറൊരു ചെറിയ കട ഉണ്ട്. ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്ന് സിറ്റിയിലോട്ടൊക്കെ ടൗണിലോട്ടൊക്കെ ഈ മല കഴിഞ്ഞ് പോകുന്നത് വളരെ വല്ലപ്പോഴൊക്കെ ആളുകൾ പോകുന്നതാണ്. ഇവിടെ ആഹാരം കൊണ്ടുപോകുന്ന കാര്യമാണ് കേട്ടോ. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ മാർക്കറ്റ് തുറക്കും. ഇതാണ് കേട്ടോ ഇവിടുത്തെ മാർക്കറ്റ്. ചെറിയ മാർക്കറ്റാണ്. ഇതാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സ്. ഇവിടെ നമ്മുടെ ഇവരുടെ മൊറോക്കൻ ചായയുടെ ഇത്, പ്ലേറ്റുകൾ, പാത്രങ്ങൾ, കപ്പുകൾ, തജിൻ്റെ പോട്ടുകൾ, ഇതൊക്കെയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ്. സലാം അലൈക്കും. സലാം അലൈക്കും. ഇവിടെ ഇപ്പോൾ സ്പ്രിംഗ് സീസണാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ മരങ്ങളിലെ ചില്ലകളിൽ ഈ ചെടിയല്ലല്ലോ ഇലകളെല്ലാം കൊഴിഞ്ഞു വീണിരിക്കുന്നത്. 25 درهم. 25. ആ, $2. 250 രൂപ അടുപ്പിച്ചാണ് കേട്ടോ ഇതിന്. ആ, കേൾക്കുന്ന കാഴ്ചയാണ്. കഴുതയുടെയും പശുവിൻ്റെയൊക്കെ വീടാണ് കേട്ടോ കാണുന്നത്. തൊഴുത്താണ്. സലാം അലൈക്കും. ഓ, അവരതിൽ വെള്ളം ഇട്ടിട്ടുണ്ട്. ഇത് പശുവിന് കൊടുക്കാനാണ് കേട്ടോ. അത് കൊമത്തുവാണ്, വൈക്കോൽ അവർ കൊമത്തുവാണ് സംഭവം. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ വീടുകളും സംഭവങ്ങളൊക്കെ. ഇവിടെ നമ്മുടെ കഴുതയുടെ കൂടാണ്. ഇവിടെ നമ്മുടെ അമസീഗ് വിഭാഗത്തിന്റെ അവരുടെ ചിഹ്നമാണ് കേട്ടോ. തിസ്ഗി എന്നാണ് ഈ വില്ലേജിന്റെ പേര്. അമസീഗ് ചിഹ്നമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് രാവിലെ. അടിപൊളി വില്ലേജ് ആണ് കേട്ടോ. നൈസ്. ഫർത്തേത്ത. This is Falteta. The dress name. ഇതാണ് കേട്ടോ. Yes, we have to wear it here. ഫർത്തേത്ത. ഇതാണ് ഇവരുടെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ്. ഇറ്റ്സ് നോട്ട് യുവർ ട്രഡീഷണൽ. No. ഓൺലി അമസീഗ്. Yes, only Amazon. കണ്ടില്ലേ പാവാട. അടിപൊളി കേട്ടോ. നമ്മുടെ കശ്മീരിന്റെ ആ ഒരു ഭംഗിയും അതുപോലെയൊക്കെ ഉള്ള ഒരു സംഭവം കേട്ടോ. മനോഹരം. بس تتعلق بصورة يوم أرى صور طيب. ഇവിടെ സാറ ഇന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് അമസീഗിന്റെ സൗണ്ടാണ്. This is country music. ഇവിടുത്തെ കൺട്രി മ്യൂസിക് ആണ്. എല്ലാവരും പണിക്കൊക്കെ പോവുകയാണ് കേട്ടോ. അതായത് അവരുടെ തോട്ടങ്ങളിൽ
ആടിനെ മേയ്ക്കാനും അല്ലെങ്കിൽ ഇതുപോലെ ആപ്പിളും പിന്നെ മറ്റേ മറ്റേ നട്ടുണ്ടല്ലോ വാൾനട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലോട്ട് പോവുക. അസ്സലാമു അലൈക്കും. അവിടെ നമ്മുടെ മാർക്കറ്റ് നടക്കുവാണ് കേട്ടോ. ആളുകളൊക്കെ സാധനം വാങ്ങുന്ന കാഴ്ചയാണ് മാർക്കറ്റിൽ. നമ്മൾ താഴോട്ട് വേറെ അങ്ങോട്ടോ പോവാം. അസ്സലാമു അലൈക്കും. ഓക്കെ അഷ്കെ ശുക്രാൻ ശുക്രാൻ. ഇവരുടെ ടെൻറ്റുകളൊക്കെയാണ് കേട്ടോ. ഇതിലെ ഓരോ ടെൻറ്റുകളാണ്. ഈ ടെൻറ്റുകളിലാണ് കേട്ടോ ഇങ്ങനെ ഭൂമികുലുപ്പത്തിൽ വീട് നഷ്ടപ്പെട്ട്. ഈ കാണുന്ന ചെറിയ വീട്ടിലാണ് കേട്ടോ അവർ താമസിക്കുന്നത്. നമ്മൾ വന്ന ഉടനെ നമുക്ക് ചായ ഉണ്ടാക്കുവാണ്. അവരുടെ കിച്ചൺ, അവരുടെ കിടപ്പ് മുറി എല്ലാം ഈ ഒറ്റ റൂമിലാണ്. ഹലോ Yes, I will give you 20 dirham. Is it okay for you? 20. Go away, go away, go. $20,000. $20,000, I become rich here. No. Become the princess of this. ആക്ച്വലി ഇവരെല്ലാവരും ഇവരൊക്കെ 10-20 വയസ്സായ പെൺകുട്ടികളാണ്. ഇവരാരും കോളേജിൽ പോകില്ല കേട്ടോ. കോളേജിൽ ഇവർ മലകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കോളേജിൽ പഠിക്കാനൊന്നും പോകില്ല. ഇവർ പറഞ്ഞ് എൻ്റെ കൂടെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ കല്യാണം കഴിച്ചാൽ ഇവർക്ക് ഇത്രയും പൈസ തരേണ്ടി വരുമെന്ന്. അപ്പം പറഞ്ഞു വേണ്ട വേണ്ടാന്ന് കേട്ടോ. അതാണ് ഇവിടെ ഒരു കുസ്കുസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ എൻ്റെ രണ്ടാമത്തെ ഫുഡിന്റെ ഇൻവിറ്റേഷൻ ആണ്. രാവിലത്തെ വീട്ടിൽ നിന്ന് എന്നെ പറഞ്ഞു ഇന്ന് അവിടെ നിന്ന് ലഞ്ച് കഴിക്കാൻ പറഞ്ഞത്. ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇവരിന്ന് എനിക്ക് വേണ്ടി ലഞ്ച് ഉണ്ടാക്കുവാണ്. ഞാൻ ഇന്ന് ജുമ നമസ്കരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് പള്ളി. ഇവരുടെ പ്രാർത്ഥനാ രീതി കുറച്ച് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. ഇവിടെ പള്ളിയിൽ നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഈ കാണുന്നത് നമ്മുടെ സ്ത്രീകളുടെ സെക്ഷനാണെന്ന് തോന്നുന്നു. എല്ലാ ആൾക്കാരും തന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പോവുകയാണ്. ഇവിടെ നമ്മുടെ വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ചന്ത അടക്കമാണ് കേട്ടോ. ഇവിടെ ആളുകൾ പല സാധനങ്ങളും കൊണ്ടിട്ട് വന്ന് വിൽക്കുന്ന ചന്തയാണ്. എന്തൊക്കെയോ വിൽക്കുന്നുണ്ട്. ഇവിടെ കുറേ തുണി സംഭവങ്ങള്, പിന്നെ ചാക്ക്, ചെറിയ ഇവരുടെ മല്ലി അങ്ങനത്തെ സംഭവങ്ങള്, ധാന്യങ്ങള് കണ്ടില്ലേ. Nice to meet you. Welcome here to village to the ശുക്രാൻ ശുക്രാൻ ശുക്രാൻ. എല്ലാവരും ഭയങ്കര കമ്പനി, നല്ല ആളുകളാണ് ഇവിടെ. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ കുസ്കുസ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. അവര് ഇവരുടെ ഈ റവയ പോലത്തെ ഒരു മാവിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനെ റെഡിയാക്കുവാണ്. എന്നിട്ട് അവിടെ വെജിറ്റബിളോ എന്തൊക്കെയോ അതിലാക്കുവാണ് കേട്ടോ. ഇങ്ങനെയാണ് അവരുടെ കുസ്കുസ് എന്ന് പറയുന്ന പ്രധാന ഭക്ഷണം. ഇത് വെള്ളിയാഴ്ചകളിലാണ് കൂടുതലായിട്ട് അവരുണ്ടാക്കുന്നത്. അതിൽ കുറച്ച് എണ്ണയും ഒഴിക്കുന്നുണ്ട്. എണ്ണയും ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ വീണ്ടും അവർ മിക്സ് ചെയ്യുന്നു തോന്നുന്നു. ഇതിന്റെ മുകളിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ ഇറച്ചി ഇടാറുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്ന സംഭവമാണ്. അവിടെ ആ കുസ്കുസ് ആ ഒരു സാധനത്തിന് അവർ അതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നിഷ്ഠ അമരാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നിഷ്ഠ അമരാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നിഷ്ഠ അമരാണ്. എനിക്ക് എന്നെ ഇഷ്ടമാണ്. Repeat the first one in Bollywood. In Bollywood is very easy. मैं तुमसे प्यार करता है. मैं तुमसे नहीं करता है. Okay. जिंदगी जिंदगी. जिंदगी जिंदगी.
واش انتي مشيتي مع الفارماسي دراهم حسب لك അവർ ചിക്കനും വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ നിന്ന് കുക്ക് ചെയ്ത ഇതിൽ നിന്ന് എടുത്ത് ഇടുവാണ് കേട്ടോ. അതിന്റെ അകത്ത് ആദ്യമേ മറ്റേ റവ പോലത്തെ സാധനം ഇട്ടു. ഇതാണ് ഇവരുടെ കുസ്കുസ്. അവിടെ വേറെ ഒരു ചെറിയൊരു കുസ്കുസ്, ഇവിടെ വലിയ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയുള്ള കുസ്കുസ്. അടിപൊളി കേട്ടോ ഇത്. പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. തജിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കുസ്കുസ് അങ്ങനെ കണ്ടില്ലേ. نادية بديتي؟ احنا اللي كندشنو عليكم بنين അവരവിടെ നിന്ന് കഴിക്കുന്നു, ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്നു. ഓക്കെ, السكورة طلع ورا حضنا ديت الناس هنا وقال كانت كاعية علاش بنين ഞാനിങ്ങനെ കഴിച്ചോട്ടെ. الله يفوز والله احنا حبيبين مقبولين غادي انا دايت നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ ഇവിടെ കഴിച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചിക്കനാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ നമ്മുടെ ചിക്കനാണ്. ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ ചിക്കൻ വരും. അതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വേണ്ട എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് കഴിച്ച് വേണ്ട ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയുള്ള സ്ത്രീകളുടെ ജീവിതമാണ് കേട്ടോ. അവർ ഒരുമിച്ചിരുന്ന് മറ്റേ ഇത് പറയുന്നതാണ് കേട്ടോ. അവിടെ കുശലം പറയുന്ന കാഴ്ചയാണ് സ്ത്രീകളെല്ലാവരും കൂടെ. ഇവിടെ മറ്റന്നാൾ നടക്കാൻ പോകുന്ന ഇവരുടെ കൾച്ചറൽ പരിപാടിക്ക് വേണ്ടി ക്ലീൻ ചെയ്യുന്ന കാഴ്ചയാണ്. ഇവിടെ നമ്മുടെ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. വില്ലേജ് ലൈഫ് ഇവിടെ ഈവനിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അവിടെ തണ്ട് ധാരാളം സ്ത്രീകൾ അവിടെ ഇരുന്ന് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ കുറേ ആൾക്കാർ തണ്ട് ഇവിടെ കുറച്ച് പേരിരിക്കുന്നു. ഹലോ, ഇവിടെ കുറേ പേരിരിക്കുന്നു. പിന്നെ അവിടെ കുറേ പെൺകുട്ടികൾ ഇതുകൊണ്ട് അവിടെ കുറേ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. ഇവരുടെ അമസ്തീകിൻ്റെ ഇതാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ വില്ലേജ് ലൈഫ്. ഈവനിങ് ആകുമ്പോൾ നല്ല പരിപാടിയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടും. ഇവിടെയുള്ള ഒരു ബാർബർ ഷോപ്പില് മുടി വെട്ടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മുടിയല്ല, സോറി, താടിയും മീശയും മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഇവരുടെ നമ്മുടെ ബർബർ അമാസിക്കിന്റെ ഫ്ലാഗ് ആണ്. ഞാൻ കാണുന്നത് നമ്മുടെ പലസ്തീന്റെ ഫ്ലാഗ് ഒക്കെയാണ് കേട്ടോ ഇവിടെ. നോ മണി നോ വൈ നോ. ഇവിടെ എന്റെ താടിയൊക്കെ കഴിച്ച് അവര് കുറെ നേരമായിട്ട് കുട്ടപ്പനാക്കി തന്നിട്ട് പൈസ ആകുന്നില്ല കേട്ടോ. ഞാൻ കുറെ പ്രാവശ്യമായിട്ട് പറയുന്നത് പൈസ ആകുന്നില്ല. എന്നിട്ട് ഇവനെ നിങ്ങൾ കണ്ടല്ലോ, അബ്ദുറഹീം. അല്ലാതെ പൈസ ആകുന്നില്ല കേട്ടോ. പൈസ എന്റെ അത് വാങ്ങുന്നില്ല. അത് ഹാമിദ്. ഇവിടെ 2 ബാർബർ ഷോപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ബാർബർ ഷോപ്പാണ് കേട്ടോ. ഈ ഒരു ചെറിയൊരു വില്ലേജില് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ബാർബർ ഷോപ്പിലാണ്. ശുക്രൻ. നാളെ എന്തെങ്കിലും വല്ല മുട്ടായോ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ ഹമീദ് ബ്രോന്റെ അടുത്ത് ഞാൻ പോകുന്നതിന് മുമ്പ്. ശുക്രൻ കേട്ടോ. എന്റെ 1 രൂപ വാങ്ങുന്നില്ല കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ബാർബർ ഷോപ്പിന്റെ ഫ്രണ്ടില് ബാർബർ ഹമോദ. പുള്ളിക്കാരന്റെ പേരാണല്ലോ ഇട്ടേക്കുന്നത്. കേട്ടോ, എന്ത് നല്ല വ്യക്തി. ഞാൻ ഇനി വീട്ടിലോട്ട് പോവാം. എന്റെ മുടിയല്ല താടിയൊക്കെ വഴിച്ച് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴേക്കും സാറ ഇവിടെ കുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ യു കുക്കിംഗ്? സ്പഗറ്റി ആണ്. മൊറോക്കൻ സ്പഗറ്റി. അതുകൊണ്ട് ഇവിടെ സ്പഗറ്റി ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് ഓയില്, തക്കാളി, മഞ്ഞപ്പൊടി, ഇവിടെ വേണ്ട സ്പഗറ്റി വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഇതിന് നേരെ ഇവിടുത്തെ ശൗചാലയം ഞാൻ കാണിച്ചു തരാം. ഓപ്പൺ ശൗചാലയമാണ് കേട്ടോ. ഇവിടെ ഓപ്പൺ ശൗചാലയമാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് എന്ത് വേണോ ചെയ്യാം. വിസർജിക്കാനും എന്ത് വേണോ നമുക്ക് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഞാൻ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി മറന്നു. അതായത് ഇവിടെ ഉള്ള ആളുകളുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സിമ്പിൾ ജീവിതമാണ് കേട്ടോ. അതായത്
ഇവിടെയുള്ള ആളുകളുടെ വരുമാന മാർഗം വളരെ ചെറിയ വരുമാന മാർഗമാണ്. അങ്ങനെ അധികം ആരും പുറത്തുനിന്ന് പോയി പണിയെടുക്കുന്നില്ല. ചില ആളുകൾക്ക് പുറത്ത് പോയി പണിയെടുക്കുന്നുണ്ട്, എന്നാലും അവരുടെ വരുമാനം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പെൺകുട്ടികൾ, പിന്നെ ഇവിടെയുള്ള ആളുകളുടെ വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവാണ്. പെൺകുട്ടികളായാലും ആൺകുട്ടികളൊക്കെ ആയാലും 17 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കില്ല. ഞാൻ ധാരാളം പെൺകുട്ടികളെ കണ്ടു. നേരത്തെ നിങ്ങൾ ഇരുന്ന ഫുഡൊക്കെ കഴിച്ചില്ലേ, കുസ്കുസ്, അവിടെയുള്ള പെൺകുട്ടികൾക്ക് 17 വയസ്സ് കഴിഞ്ഞാൽ അവർ പഠിക്കുന്നില്ല. അതായത് പ്രൈമറി വിദ്യാഭ്യാസം മാത്രമേ പഠിക്കുന്നുള്ളൂ, കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒന്നും പോകുന്നില്ല. ഇപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ അവരുടെ ജീവിതം കേട്ടപ്പോൾ. നമ്മളൊക്കെ ഭയങ്കര പ്രിവിലേജ്ഡാണ്. നമുക്ക് കോളേജിൽ പഠിക്കാൻ പോകാം, വീട്ടുകാർ പൈസ തരുന്നുണ്ട്, വീട്ടുകാർ ബാംഗ്ലൂരിൽ അയക്കുന്നുണ്ട്, വീട്ടുകാരങ്ങ് ജർമ്മനിയിൽ അയക്കുന്നുണ്ട്, അങ്ങ് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ അയക്കുന്നുണ്ട്, കടം വാങ്ങിച്ച്. മനസ്സിലായില്ലേ? നമ്മൾക്ക് ഭയങ്കര പ്രിവിലേജ്ഡാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ തൊട്ടപ്പുറത്ത് ഒരു 100 കിലോമീറ്റർ 50 കിലോമീറ്റർ അകലെയുള്ള സിറ്റിയിൽ പോലും നിന്ന് അവിടെ താമസിച്ച് പഠിക്കാനുള്ള ഒരു അവസരം ഇല്ലാത്തത് കൊണ്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പിന്നെ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവളുടെ ഒരു ഡ്രീം എന്ന് പറയുമ്പോൾ മക്കയിൽ പോകണമെന്നാണ്. മക്കയിൽ പോകണതാണ് അവളുടെ ഡ്രീം എന്ന് പറയുന്നത്. അപ്പം ചെറിയ ഡ്രീമൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് പലയിടത്തും ഉള്ളതെന്ന്. അപ്പം നമ്മളൊക്കെ ഭയങ്കര പ്രിവിലേജ്ഡാണ്. പിന്നെ വേറെ പെൺകുട്ടി എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നമുക്ക് കല്യാണം കഴിക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് കല്യാണം കഴിച്ചാൽ എനിക്ക് ഇങ്ങോട്ട് ശ്രീധരൻ തരേണ്ടി വരും. അപ്പം പറഞ്ഞു ഇല്ല ഞാൻ കഴിക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ കല്യാണം കഴിക്കുമെങ്കിൽ നിന്നെ ഞാൻ ആദ്യം കൊണ്ടുപോകുന്നത്, ഫസ്റ്റ് ഹണിമൂൺ കൊണ്ടുപോകുന്നത് മക്ക ഭാഗത്തായിരിക്കുമെന്ന്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഭയങ്കര സിമ്പിൾ എന്താ പറയുക ജീവിതമൊക്കെയാണ് കേട്ടോ. അടിപൊളി പാസ്ത. താങ്ക് യു. He's a liar. ശുക്രാൻ. You're welcome. ശുക്രാൻ. No, it's good. Apple. Seriously, it's good. I think so. By the look, it's good. Maybe inside, maybe not good. കൊള്ളാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. ഇതിൽ കുറച്ച് ടൂണ മിക്സ് ചെയ്തിട്ടുണ്ട്, ചൂരമീൻ. How is it? True answer. Don't lie. This is okay. You have to try. ഞാനൊന്ന് കഴിച്ചോട്ടെ. I hope that's delicious. Good. Not bad.